ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പോഞ്ച് കേക്കാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമാണ്. ആദ്യം തന്നെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ടും കൂടിയിട്ട് അരിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/4 കപ്പിൽ താഴെ പഞ്ചസാരയും രണ്ടും കൂടി നന്നായി അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കണം. വാനില എസൻസിനേക്കാളും നല്ലത് ഏലക്കായ പൊടിയാണ്. വീണ്ടും അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായി ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. നല്ലോണം കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കേക്ക് ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇഡ്ഡലി തട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ റോസിലും നമുക്ക് ബട്ടറോ ഗീയോ തടവി കൊടുക്കണം. മുകളിലെ തട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കണം. താഴത്തെ തട്ടിൽ വെള്ളം കയറും. ഇനി എല്ലാ റോയിലും ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് സ്പോഞ്ച് കേക്കായി കിട്ടും. എല്ലാ റോയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറക്കാം. നല്ല പെർഫെക്റ്റ് മിനി കേക്ക് ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇളകി വന്ന് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റുമാണ്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുത്ത് നോക്കാം. കേക്ക് ആയിട്ടുണ്ട്. ഇനിത് എല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അറിയാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.